മജ്ജിമ നികായ 31 ചൂള ഗോസിംഗ സുത്ത്. ചൂള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുത്, ഗോസിംഗ എന്ന് പറയുമ്പോൾ മാടിൻ്റെ കൊമ്പ് എന്നാണ് അർത്ഥം. പക്ഷേ ഇവിടെ ഗോസിംഗ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഭഗവാൻ ഉപദേശം നടത്തിയതിനാൽ അതിന് ഈ പേര് ലഭിച്ചു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സൂത്രമാണ്. അതായത് ഭിക്ഷുക്കൾ എങ്ങനെ ഒരുമിച്ച് താമസിക്കണം എന്ന് ഈ സൂത്രത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അടുത്തത് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ ധ്യാനത്തിലൂടെ നമ്മൾ മുന്നേറുന്നത്. പലരും ധ്യാനത്തെ ഭയക്കുന്നു, ധ്യാനത്തെ പേടിക്കുന്നു, ധ്യാനം മൂലം നമ്മൾക്കൊരിക്കലും മുക്തി ലഭിക്കില്ല എന്ന് കരുതുന്നു. അവർ തീർച്ചയായിട്ടും ഈ സൂത്രം കേൾക്കണം. കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ധ്യാനത്തിന് ഭഗവാൻ എത്ര ഇമ്പോർട്ടൻസ് കൊടുത്തു എന്ന് ഈ സൂത്രത്തിൽ നിന്ന് വളരെ വ്യക്തമാണ്. ധ്യാനത്തിൽ കൂടെ എങ്ങനെ നിർവ്വാണം നമുക്ക് ലഭിക്കാം എന്നതിനെ പറ്റിയിട്ടും ഈ സൂത്രത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു. മറ്റൊന്ന് പറയുന്നത്, ഈ ധ്യാനം എന്ന് പറയുന്നത് സൂപ്പർ ഹ്യൂമൻ സ്റ്റേറ്റാണ്. അതായത് സാധാരണ ഒരു മനുഷ്യൻ്റെ അവസ്ഥയല്ല ഈ ധ്യാനത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. വളരെ ഉയർന്ന ഒരു അവസ്ഥയാണ്. ഇത് നമ്മൾക്ക് നേടാൻ അധികം താമസമൊന്നും ഇല്ല. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നേടാൻ സാധിക്കും. ശരിയായിട്ടുള്ള ഒരു ഗുരുവിൻ്റെ ആവശ്യമുണ്ട്. നിങ്ങൾ ധമ്മസുഖ ഏഷ്യ എന്ന വെബ്സൈറ്റിൽ പോവുക. അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബന്ദേ വിമലാരംസി പഠിപ്പിക്കുന്ന ധ്യാനം അതെങ്ങനെ നമ്മൾക്ക് പഠിക്കാമെന്നതിനെ പറ്റി വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് മലയാളത്തിൽ അറിയണം എന്നുണ്ടെങ്കിൽ ട്വിം മലയാളം എന്ന യൂട്യൂബ് ചാനൽ നോക്കുക. TWIM മലയാളം, ട്രയാങ്കിൾ വിസ്ഡം ഇൻസൈറ്റ് മെഡിറ്റേഷൻ മലയാളം. അതിൽ നിങ്ങൾക്ക് ഏകദേശം അതിൻ്റെ ഒരു രൂപം കിട്ടും. ട്വിം മലയാളം എന്ന് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ധ്യാനത്തിൻ്റെ മലയാള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ധ്യാനം എന്നത് നിർവ്വാണത്തിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ഭഗവാൻ ബുദ്ധൻ വീണ്ടും വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതാണ് ഭഗവാന്റെ യഥാർത്ഥ ശിക്ഷ, അല്ലെങ്കിൽ അദ്ദേഹം തരുന്ന യഥാർത്ഥ മാർഗം എന്നത്. നമുക്ക് നേരെ സൂത്രത്തിലേക്ക് കടക്കാം. ഞാൻ ഇങ്ങനെ കേട്ടു. ഒരിക്കൽ ഭഗവാൻ ജ്ഞാതിക എന്ന സ്ഥലത്ത് ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ഒരു ഭവനത്തിൽ വിഹരിക്കുകയായിരുന്നു. ആ സമയത്ത് ആയുഷ്മാൻ അനിരുദ്ധൻ, ആയുഷ്മാൻ നന്ദിയ, ആയുഷ്മാൻ കിംബില ഈ 3 ഭിക്ഷുക്കളും ഗോസിംഗ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു സാലവനം, സാലവൃക്ഷങ്ങളുടെ ഉദ്യാനം, അവിടെ ഈ 3 ഭിക്ഷുക്കളും വിഹരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ദിവസം സായാഹ്ന സമയം ആയിക്കഴിഞ്ഞപ്പോൾ ബുദ്ധൻ തൻ്റെ ധ്യാനത്തിൽ നിന്ന് ഉണർന്ന് ആ ഗോസിംഗത്തിലുള്ള സാലവന ഉദ്യാനത്തിലേക്ക് പോയി. അപ്പോൾ ആ സാലവനത്തിലെ ഉദ്യാനപാലകൻ ഭഗവാൻ ദൂരത്തുനിന്ന് തന്നെ വരുന്നത് കണ്ടു. എന്നിട്ട് ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു, ശ്രമണ, താങ്കൾ ഈ ഉദ്യാനത്തിൽ വരരുത്. ശ്രമണൻ എന്ന വാക്കിൻ്റെ അർത്ഥം ശ്രമം ചെയ്യുന്നവൻ, അല്ലെങ്കിൽ പരിശ്രമിക്കുന്നവൻ, മുക്തിക്ക് വേണ്ടി യത്നിക്കുന്നവൻ എന്നൊക്കെയാണ്. ആ ഉദ്യാനപാലകൻ വീണ്ടും ഭഗവാനോട് പറഞ്ഞു, ഇവിടെ 3 കുലപുത്രന്മാർ അവരിൽ തന്നെ ഒതുങ്ങിക്കൂടി മൗനമായിരുന്ന് സാധന ചെയ്യുകയാണ്. അവരെ ശല്യപ്പെടുത്തരുത്. ആ സമയത്ത് ആ ഉദ്യാനപാലകനും ബുദ്ധനുമായിട്ടുള്ള സംഭാഷണം അനിരുദ്ധൻ ശ്രവിച്ചു. അപ്പോൾ ആ ഉദ്യാനപാലകനോട് അനിരുദ്ധൻ ഇങ്ങനെ പറഞ്ഞു, പ്രിയ മിത്രമേ, ഭഗവാനെ പുറത്തു നിർത്തരുത്. അത് ഭഗവാനാണ്, ഞങ്ങളുടെ ശാസ്താവാണ്, അദ്ദേഹമാണ് വന്നിരിക്കുന്നത്. അതിനുശേഷം അനിരുദ്ധൻ നന്ദിയ, കിംബില അവരുടെ അടുത്ത് പോയി. എന്നിട്ട് അവരോട് ഇങ്ങനെ പറഞ്ഞു, ബന്ധിരായിട്ടുള്ള മിത്രങ്ങളെ, ദയവ് ചെയ്ത് വന്നാലും നമ്മളുടെ ശാസ്താവ് ഭഗവാൻ വന്നിട്ടുണ്ട്. അനിരുദ്ധനും നന്ദിയയും കിംബിളയും 3 പേരും ഒരുമിച്ച് തപസ് ചെയ്യുന്നവരാണ്. അവർ അവിടെ തപസ് ചെയ്യായിരുന്നു. അങ്ങനെ അനിരുദ്ധനും നന്ദിയയും കിംബിളയും 3 പേരും ഭഗവാനെ സ്വീകരിക്കാൻ മുന്നോട്ട് വന്നു. ഒരാൾ ഭഗവാന്റെ വസ്ത്രവും അതേപോലെ തന്നെ ഭിക്ഷാപാത്രവും വാങ്ങിച്ചു. മറ്റൊരാൾ ഭഗവാന് ഇരിക്കാൻ വേണ്ടിയിട്ട് ആസനം തയ്യാറാക്കി. മറ്റൊരാൾ വെള്ളം കൊണ്ടുവരാൻ പോയി. ഭഗവാന്റെ കാല് കഴുകാൻ വേണ്ടിയിട്ടുള്ള വെള്ളം കൊണ്ടുവരാൻ പോയി. അതിനുശേഷം ഭഗവാൻ വിരിച്ചിരിക്കുന്ന ആസനത്തിൽ ഇരുന്നു. അതിനുശേഷം തൻ്റെ കാലുകൾ കഴുകി. ആ 3 ഭിക്ഷുക്കളും ഭഗവാനെ വന്ദിച്ചു. അതിനുശേഷം ഒരു ഭാഗത്ത് ഇരുന്നു.
അപ്പോൾ ഭഗവാൻ ബുദ്ധൻ അനിരുദ്ധനോട് ഇങ്ങനെ പറഞ്ഞു, അനിരുദ്ധ, താങ്കൾക്ക് ക്ഷേമം തന്നെയല്ലേ? താങ്കളും താങ്കളുടെ മിത്രങ്ങളും നല്ല രീതിയിൽ തന്നെയല്ലേ കഴിയുന്നത്? നിങ്ങൾക്ക് ഭിക്ഷാന്നം ലഭിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അനിരുദ്ധൻ പറഞ്ഞു, ഞങ്ങൾക്ക് ക്ഷേമമാണ് ഭഗവാൻ. ഞങ്ങൾ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ജീവിക്കുന്നു. അതുകൂടാതെ ഭിക്ഷാന്നവും ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അനിരുദ്ധ, നിങ്ങൾ ഐക്യത്തോടുകൂടിയാണ് ജീവിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. പരസ്പരം ബഹുമാനത്തോടു കൂടിയാണ് പെരുമാറുന്നത് എന്ന് കരുതുന്നു. യാതൊരുവിധ വഴക്കും നിങ്ങൾക്ക് ഇടയിൽ ഇല്ല എന്ന് ഞാൻ കരുതുന്നു. വെള്ളവും പാലും പോലെയാണ് നിങ്ങൾ കഴിയുന്നത് എന്ന് കരുതുന്നു. ദയാദൃഷ്ടിയോടുകൂടിയിട്ടാണ് പരസ്പരം നോക്കുന്നത് എന്ന് കരുതുന്നു. വെള്ളവും പാലും കൂടിച്ചേർത്ത് കഴിഞ്ഞാൽ രണ്ടിനെയും വെവ്വേറെ അറിയാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ആ വെള്ളത്തിൻ്റെയും പാലിൻ്റെയും ഉപമ ഭഗവാൻ പറഞ്ഞത്. അപ്പോൾ അനിരുദ്ധൻ ഭഗവാനോട് പറഞ്ഞു, ബന്ദേ, ഞങ്ങൾ വളരെ ഐക്യത്തോടു കൂടിയാണ് കഴിയുന്നത്. പ്രശ്നമൊന്നും ഇല്ലാതെ തന്നെയാണ് കഴിയുന്നത്. യാതൊരുവിധ വഴക്കും ഞങ്ങൾക്ക് ഇടയിൽ ഇല്ല. അതുകൂടാതെ പരസ്പരം ദയാദൃഷ്ടിയോടുകൂടിയാണ് ഞങ്ങൾ നോക്കുന്നത്. പാലും വെള്ളവും പോലെയാണ് ഞങ്ങൾ കഴിയുന്നത്. അപ്പോൾ ഭഗവാൻ ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾ ഈ രീതിയിൽ ജീവിക്കുന്നത് ഐക്യത്തോടു കൂടി? അപ്പോൾ അനിരുദ്ധൻ ഭഗവാനോട് പറഞ്ഞു, ബന്ദേ, എനിക്ക് ഇങ്ങനെ തോന്നുന്നു, ഞാൻ വളരെ ഭാഗ്യവാനാണ്, വളരെ ഭാഗ്യവാനാണ്. ഇത്തരത്തിലുള്ള സഹബ്രഹ്മചാരിമാർ എനിക്ക് ലഭിച്ചതിൽ ഞാൻ വളരെ ഭാഗ്യവാനാണ്. ഞാൻ എപ്പോഴും ഈ ധർമ്മമിത്രങ്ങളെ മൈത്രി ചിത്തത്താൽ, മൈത്രി വാക്കിനാൽ, ശരീരം കൊണ്ടുള്ള മൈത്രിയാൽ ആണ് പുറത്തും അകത്തും പെരുമാറുന്നത്. അതായത് പബ്ലിക്കിലാണെങ്കിലും അല്ലെങ്കിൽ പ്രൈവറ്റിലാണെങ്കിലും ഞാൻ ഈ ഭിക്ഷുക്കളോട് മൈത്രി ചിത്തത്തോടു കൂടി ആണ് പെരുമാറുന്നത്. മൈത്രി എന്നാൽ മിത്രത. ഞാൻ ഇങ്ങനെയാണ് വിചാരിക്കുന്നത്, എന്തുകൊണ്ട് ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് ഈ ആധ്യാത്മിക മിത്രങ്ങളുടെ അഭിപ്രായങ്ങളോട് യോജിച്ച് പോയിക്കൂടാ? ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അതായത് അനിരുദ്ധൻ പറയുന്നത്, ഞാൻ സ്വന്തം അഭിപ്രായം അല്ലെങ്കിൽ സ്വന്തം ഐഡിയ മാറ്റിവെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ഐഡിയ അല്ലെങ്കിൽ അഭിപ്രായം എന്താണ് അതിനനുസരിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അതാണ് ഞാൻ ചെയ്യുന്നത്. ഞങ്ങൾ ശരീരം കൊണ്ട് ഭിന്നരാണെങ്കിലും മനസ്സുകൊണ്ട് ഞങ്ങൾ ഒന്നാണ്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ആയുഷ്മാൻ അനിരുദ്ധൻ പറഞ്ഞതുപോലെ തന്നെ വെനറബിൾ നന്ദിയായും കിംബിലയും അതേപോലെ തന്നെ പറഞ്ഞു, ഞങ്ങൾ വളരെ ഭാഗ്യവാന്മാരാണ് ഇത്തരം സബ്രഹ്മചാരികളെ കിട്ടാൻ. ഞങ്ങൾ അവരോട് മൈത്രി ചിത്തത്തോടു കൂടിയാണ് കഴിയുന്നത്. ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ മാറ്റിവെച്ച് അവരുടെ അഭിപ്രായങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് ജീവിക്കുന്നത്. ഇങ്ങനെയാണ് ബന്ദേ ഞങ്ങൾ ഐക്യത്തോടു കൂടി ജീവിക്കുന്നത്, പരസ്പരം സാഹോദര്യത്തോടു കൂടി പെരുമാറുന്നത്, വഴക്കില്ലാതെ പാലും വെള്ളവും പോലെ കഴിയുന്നത്, ദയാദൃഷ്ടിയാൽ പരസ്പരം നോക്കുന്നത്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, സാധു സാധു അനിരുദ്ധ, വളരെ നന്നായി അനിരുദ്ധ, അനിരുദ്ധൻ്റെ സുഹൃത്തുക്കളെ വളരെ നന്നായി. കച്ചി പനവോ അനിരുദ്ധ അപ്പമത്ത ആതാപിനോ പഹീതത്ത വിഹരതാതി. ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ വളരെ ജാഗ്രതയോടുകൂടി ദൃഢനിശ്ചയത്തോടുകൂടി തപശ്ചര്യ ചെയ്തുകൊണ്ടാണോ ജീവിക്കുന്നത്? തീർച്ചയായിട്ടും ബന്ദേ, ഞങ്ങൾ പ്രമാദമില്ലാതെ തപശ്ചര്യ കൊണ്ട് ദൃഢനിശ്ചയത്തോടു കൂടി തന്നെയാണ് ജീവിക്കുന്നത്. അപ്പോൾ ബുദ്ധൻ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ ദൃഢനിശ്ചയത്തോടു കൂടി ജീവിക്കുന്നത്? അപ്പോൾ അനിരുദ്ധൻ പറഞ്ഞു, ഞങ്ങളിൽ ആര് ആദ്യം ഭിക്ഷാടനത്തിന് ശേഷം തിരിച്ചെത്തുന്നുവോ ആ വ്യക്തി ആദ്യം ഇരിപ്പിടങ്ങൾ തയ്യാറാക്കുന്നു, കുടിക്കാനുള്ള വെള്ളം കൊണ്ടുവയ്ക്കുന്നു, അതുപോലെ തന്നെ അവശിഷ്ടങ്ങൾ കളയാനുള്ള പാത്രവും കൊണ്ടുവയ്ക്കുന്നു. ഞങ്ങൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം എന്തെങ്കിലും ബാക്കി വരികയാണ് എങ്കിൽ ഏറ്റവും അവസാനം വന്ന വ്യക്തി ആഗ്രഹിക്കുകയാണെങ്കിൽ ആ ബാക്കി വന്ന ഭക്ഷണം ആ വ്യക്തി ആഗ്രഹിക്കുന്നു എങ്കിൽ അവർ കഴിക്കും. ഇല്ലെങ്കിൽ പുല്ലൊന്നും വളരാത്ത ഒരു സ്ഥലത്ത് അതിനെ കളയും. അതില്ലെങ്കിൽ പ്രാണികൾ ഇല്ലാത്ത ജലത്തിൽ അതിനെ കളയും. അതിനുശേഷം അവർ ആസനങ്ങളെ മടക്കി വയ്ക്കും. കുടിക്കാനുള്ള വെള്ളത്തെയും അതേപോലെ തന്നെ അവശിഷ്ടങ്ങൾ കളയാനുള്ള പാത്രത്തെയും മാറ്റിവെക്കും.
എന്നിട്ട് ഭക്ഷണം കഴിച്ച സ്ഥലത്തെ അടിച്ച് വൃത്തിയാക്കും. കഴുകാനുള്ള വെള്ളം, കുടിക്കാനുള്ള വെള്ളം അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോകാനുള്ള വെള്ളം ഒഴിഞ്ഞു കിടക്കുന്നത് ആര് കണ്ടു കഴിഞ്ഞാലും ഉടൻ തന്നെ അവർ അതിൽ വെള്ളം നിറയ്ക്കുന്നു. അവർക്കത് സ്വയം ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കില്ല എങ്കിൽ മറ്റൊരാളെ കൈകൊണ്ട് വിളിക്കുന്നു, കൈവീശിക്കൊണ്ട് വിളിക്കുന്നു. അതിനുശേഷം രണ്ടുപേരും പരസ്പരം സഹായിച്ചുകൊണ്ട് ആ വെള്ളം കൊണ്ടുവന്ന് അതിൽ നിറയ്ക്കുന്നു. എന്നാൽ ആ സമയത്തും ഞങ്ങൾ ഒരിക്കലും സംസാരിക്കാറില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ മൗനം ആ സമയത്ത് മുറിക്കാറില്ല. അതുകൂടാതെ ഓരോ 5 ദിവസങ്ങൾ കൂടുന്ന സമയത്തും ഞങ്ങൾ മുഴുവൻ രാത്രിയും ഇരുന്ന് ധർമ്മചർച്ച ചെയ്യും. ഇങ്ങനെയാണ് ഞങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി, തപശ്ചര്യയോടുകൂടി, ദൃഢനിശ്ചയത്തോടുകൂടി ജീവിക്കുന്നത്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, സാധു സാധു അനിരുദ്ധ, വളരെ നന്നായി, വളരെ നന്നായി അനിരുദ്ധ കൂട്ടുകാരെ. എന്നിട്ട് ഭഗവാൻ വീണ്ടും ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ അപ്രമാദത്തോടുകൂടി ജീവിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനുഷ്യോത്തരമായിട്ടുള്ള ഏതെങ്കിലും ഉപലബ്ധി അല്ലെങ്കിൽ ആര്യന്മാരുടെ ജ്ഞാനം, ദർശനം, സുഖമായിട്ടുള്ള ജീവിതം അത് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. മനുഷ്യോത്തരം, അതായത് സാധാരണ മനുഷ്യർക്ക് അതീതമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്നാണ് ഭഗവാൻ ബുദ്ധൻ ചോദിക്കുന്നത്. അപ്പോൾ അനിരുദ്ധൻ പറഞ്ഞു, എന്തുകൊണ്ടില്ല ബന്ദേ, അതായത് തീർച്ചയായിട്ടും കിട്ടിയിട്ടുണ്ട് എന്നാണ് അർത്ഥം. യാവദേവ ആഘങ്കാമ വിവിച്ഛേവ കാമേഹി വിവിച്ച അകുശലേഹി ധമ്മേഹി സവിതക്കം സവിചാരം വിവേകജം പീതിസുഖം പഠമം ജാനം ഉപസമ്പജ്ജ വിഹരാമ. യാവദേവ ആഘങ്കമ, എപ്പോൾ ഞങ്ങൾ ആഗ്രഹിച്ചു കഴിഞ്ഞാലും, വിവിച്ഛേവ കാമേഹി, കാമസുഖങ്ങളില്ലാത്ത, വിവിച്ച അകുശലേഹി ധമ്മേഹി, അകുശല ധർമ്മങ്ങളില്ലാത്ത, സവിതക്കം സവിചാരം, വിതർക്ക വിചാര പീതി സുഖ് ഏകഗത, ഇതോടുകൂടിയിട്ടുള്ള ഒന്നാമത്തെ ധ്യാനത്തിൽ ഞങ്ങൾ വിഹരിക്കുന്നു. ബന്ദേ, ഈ പ്രകാരത്തിൽ ഞങ്ങൾ അപ്രമാദത്തോടുകൂടി, തപശ്ചര്യയോടുകൂടി, ദൃഢനിശ്ചയത്തോടുകൂടി ജീവിക്കുന്ന സമയത്ത് മനുഷ്യന്മാർക്ക് അതീതമായിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് പ്രാപിക്കാൻ സാധിക്കാത്ത, ആര്യന്മാർക്ക് ലഭിക്കുന്ന ജ്ഞാനവും ദർശനവും നേടി ഞങ്ങൾ സുഖമായിട്ട് ജീവിക്കുന്നു. ഇവിടെ ജ്ഞാനം, ദർശനം എന്ന് പറയുന്നത് ഒന്നാമത്തെ ധ്യാനത്തെ പറ്റിയുള്ള ആ ജ്ഞാനം, അതേപോലെ തന്നെ അതിലുള്ള ആ ദർശനങ്ങൾ, അനുഭവങ്ങൾ. സാധു സാധു അനിരുദ്ധ, വളരെ നന്നായി, വളരെ നന്നായി അനിരുദ്ധ എന്ന് ബുദ്ധൻ പറഞ്ഞു. ഇനി അടുത്ത വാചകങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് എങ്ങനെയാണ് നമ്മൾ ധ്യാനത്തിലൂടെ മുന്നേറേണ്ടത് എന്ന് ഭഗവാൻ വളരെ വ്യക്തമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഏതസ്സ പനവോ അനിരുദ്ധ വിഹാരസ്സ സമധിക്കമായ ഏതസ്സ വിഹാരസ്സ പടിപ്പസദ്ധീയ അത്തഞ്ഞോ ഉത്തരീ മനുസധമ്മ അലരിയ ജ്ഞാനദർശന വിശേഷോ അധികതോ ഫാസുവിഹാരോതി. ഏതസ്സ പനവോ അനിരുദ്ധ അനിരുദ്ധ വിഹാരസ്സ സമധിക്കമായ, ആ വിഹാരത്തെ അല്ലെങ്കിൽ ധ്യാനത്തെ മറികടന്നുകൊണ്ട്, ഏതസ്സ വിഹാരസ്സ പടിപ്പസദ്ധീയ, ആ ധ്യാനങ്ങളെ പ്രശാന്തമാക്കിക്കൊണ്ട്, പടിപ്പസദ്ധീയ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്, പ്രശാന്തമാക്കിക്കൊണ്ട്, അത്തഞ്ഞോ ഉത്തരി മനസ്സധമ്മ അലമരിയ ജ്ഞാനദർശന വിശേഷോ അധികതോ ഫസ്സു വിഹാരോതി. നേരത്തെയുള്ള ധ്യാനങ്ങളെ പ്രശാന്തമാക്കിക്കൊണ്ട് ഞങ്ങൾ മനുഷ്യധർമ്മത്തിന് അതീതമായിട്ടുള്ള, ആര്യന്മാർക്ക് യോജിച്ച ജ്ഞാന ദർശന വിശേഷങ്ങൾ നേടി വിഹരിക്കുന്നു. ഇത് മനുഷ്യർക്ക് അതീതമായിട്ടുള്ള ഒരു ജ്ഞാനദർശനമാണ്, ആര്യന്മാർക്ക് യോജിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, വളരെ സുഖകരമായിട്ടുള്ള ഒരു ജീവിതമാണ്. ഇതാണ് ഞങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി തപശ്ചര്യ ചെയ്തുകൊണ്ട്, ദൃഢമായി വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ നേടിയെടുത്തത്. സാധു സാധു അനിരുദ്ധ, വളരെ നന്നായി. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ സുഖമായിട്ടുള്ള വിഹാരങ്ങളെ അതിക്രമിച്ചുകൊണ്ട്
ആ ധ്യാനത്തെ പ്രശാന്തമാക്കിക്കൊണ്ട് മറ്റേതെങ്കിലും മനുഷ്യാതീതമായിട്ടുള്ള ആര്യന്മാർക്കുള്ള ജ്ഞാനമോ ദർശനമോ നേടിയിട്ടുണ്ടോ? ഈ വാക്ക് വളരെയധികം ശ്രദ്ധിക്കണം. ഏതസ്സ പനവോ അനിരുദ്ധ വിഹാരസ സമതിക്കമായ ഏതസ്സ വിഹാരസ പഠിപ്പസദ്ധീയ. പഠിപ്പസദ്ധീയ അതായത് അതിനെ ശാന്തമാക്കിക്കൊണ്ട്, അതിനെ പ്രശാന്തമാക്കിക്കൊണ്ട് മറ്റേതെങ്കിലും മനുഷ്യാതീതമായിട്ടുള്ള ധർമ്മങ്ങൾ, ജ്ഞാനദർശനങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? അതായത് ഒരു ധ്യാനത്തിൽ നിന്ന് അടുത്ത ധ്യാനത്തിലേക്ക് എങ്ങനെ പോകാം എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. പഠിപ്പസദ്ധീയ, അതിനെ നമ്മൾ റിലാക്സ് ചെയ്യണം, അല്ലെങ്കിൽ അതിനെ അയച്ചു വിടണം, അല്ലെങ്കിൽ പ്രശാന്തമാക്കണം. ഇത് തന്നെയാണ് സൂത്രങ്ങളിൽ പലപ്പോഴും പസംഭയം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ധ്യാനം എന്ന് പറയുന്നത് ഒന്നും അറിയാതെ ഇരിക്കുന്ന അവസ്ഥയല്ല. ധ്യാനം എന്ന വാക്കിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എന്നാണ്. അതായത് നിങ്ങൾക്ക് മനസ്സിലാകുന്നതിൻ്റെ ഓരോ തലം, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഭഗവാന്റെ മാർഗം മുഴുവൻ സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്ക് പോകുന്നതാണ്. ആദ്യ ധ്യാനത്തിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ ധ്യാനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ പ്രശാന്തമാക്കിക്കൊണ്ട്, മനസ്സിനെ വീണ്ടും ശാന്തമാക്കിക്കൊണ്ടാണ് നമ്മൾ പോകേണ്ടത്. ഇവിടെ ബന്ദേ വിമലാരംസിയുടെ 6R എന്ന ഒരു അഭ്യാസമുണ്ട്. അത് വളരെ പെർഫെക്റ്റായിട്ട് ഈ സൂത്രങ്ങളുമായിട്ട് യോജിക്കുന്നുണ്ട്. 6R എന്ന് പറയുന്ന സമയത്ത് റെക്കഗ്നൈസ്, റിലീസ്, റിലാക്സ്, റീസ്മൈൽ, റിട്ടേൺ, റിപ്പീറ്റാണ്. അപ്പോൾ അവിടെയുള്ള റിലാക്സ് എന്ന സ്റ്റെപ്പാണ് ഇവിടെ ഈ പറയുന്നത്, പഠിപ്പസദ്ധീയ. അങ്ങനെ പ്രശാന്തമാക്കുന്ന സമയത്താണ് നമ്മൾ സ്ഥൂലമായിട്ടുള്ള ഒരു സ്ഥിതിയിൽ നിന്ന് സൂക്ഷ്മമായിട്ടുള്ള സ്ഥിതികളിലേക്ക് പതുക്കെ മുന്നേറുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി സൂക്ഷ്മമായിട്ടുള്ള അവസ്ഥകളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ റിലാക്സേഷൻ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അനിരുദ്ധൻ പറഞ്ഞു, എന്തുകൊണ്ടില്ല ബന്ദേ? യാവദേവ ആകങ്കാമ, ഞങ്ങൾ എപ്പോൾ ആഗ്രഹിച്ചു കഴിഞ്ഞാലും വിതക്ക വിചാരാനം വൂപസമ അജ്ജത്തം സംപസാദനം ചേതസോ, ആ വിതർക്ക വിചാരങ്ങളെ ശാന്തമാക്കിക്കൊണ്ട് സംപസാദനം ചേതസോ, സന്തുഷ്ടമായിട്ടുള്ള ആ ചേതസ്സിനാൽ, മനസ്സിനാൽ, അവിതക്കം അവിചാരം സമാധിജം പീതിസുഖം ദ്വിതീയം ജ്ഞാനം ഉപസമ്പച്ച വിഹരാമ. അങ്ങനെ ഞങ്ങൾ വിതർക്ക വിചാരങ്ങളെ സമാപ്തിമാക്കിക്കൊണ്ട് പീതി, സുഖം, ഏകാഗ്രത എന്നുള്ള ആ രണ്ടാമത്തെ ധ്യാനത്തിൽ എത്തിച്ചേരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഈ ധ്യാനത്തെ പ്രശാന്തമാക്കിക്കൊണ്ട് മനുഷ്യോത്തരമായിട്ടുള്ള ആര്യന്മാർക്ക് ലഭിക്കുന്ന ജ്ഞാനദർശനങ്ങളെ കാണുന്നത്. അപ്പോൾ ബുദ്ധൻ പറഞ്ഞു, സാധു സാധു അനിരുദ്ധ, വളരെ നന്നായി അനിരുദ്ധ. ഏതസ്സ പനവോ അനിരുദ്ധ വിഹാരസ് സമതിക്കമായ ഏതസ്സ വിഹാരസ് പഠിപ്പസദ്ധീയ അത്തഞ്ഞോ ഉത്തരി മനുസധമ്മ അലമരിയജ്ഞാനദർശന വിശേഷോ അധികതോ ഫാസുവിഹാരോതി. എങ്കിൽ അനിരുദ്ധ, ആ ധ്യാനങ്ങളെ ശാന്തമാക്കിക്കൊണ്ട് പഠിപ്പസദ്ധീയ, ആ ധ്യാനങ്ങളെ അതിക്രമിച്ചുകൊണ്ട് സമതിക്കമായ, താങ്കൾ ഏതെങ്കിലും മനുഷ്യോത്തരമായിട്ടുള്ള ആര്യന്മാർക്ക് യോജിച്ചിട്ടുള്ള ജ്ഞാനദർശനം കണ്ടിട്ടുണ്ടോ? എന്തുകൊണ്ടില്ല ബന്ദേ? ഞങ്ങൾ എപ്പോൾ ആഗ്രഹിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും പീതിയാച്ച വിരാഗ ഉപേക്ഷക, മനസ്സിലുള്ള ആ പീതിയെ അല്ലെങ്കിൽ ആനന്ദത്തെ, അതിന് ആസക്തിയില്ലാതെ അതിനെ ഉപേക്ഷിച്ചുകൊണ്ട് മൂന്നാമത്തെ ധ്യാനത്തിൽ ഞങ്ങൾ എത്തിച്ചേരുന്നു, അതിൽ വിഹരിക്കുന്നു. അവിടെ സുഖം, ഏകാഗ്രത മാത്രമേ ഉള്ളൂ. സുഖം എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ സുഖകരമായിട്ടുള്ള അവസ്ഥയാണ്. ഇതിന് ആര്യന്മാർ ഒരു പ്രത്യേക പേര് കൊടുത്തിട്ടുണ്ട്, ഉപേക്ഷകോ സതിമ സുഖവിഹാരി. വളരെ ഉപേക്ഷയോടുകൂടി, സതി ജാഗ്രതയോടുകൂടി സുഖമായിട്ട് ജീവിക്കുന്ന അവസ്ഥ, അതാണ് ഈ മൂന്നാമത്തെ ധ്യാനം. ബന്ദേ, ഇതാണ് മനുഷ്യോത്തരമായിട്ടുള്ള അര്യന്മാർക്ക് യോജിച്ചിട്ടുള്ള ജ്ഞാന ദർശനം. ഇങ്ങനെയാണ് ഞങ്ങൾ ആ ധ്യാനത്തെ പ്രശാന്തമാക്കിക്കൊണ്ട് മൂന്നാമത്തെ ധ്യാനത്തിൽ എത്തിച്ചേരുന്നത്. സാധു സാധു അനിരുദ്ധ. അനിരുദ്ധ, നിങ്ങൾ ഏതെങ്കിലും മനുഷ്യോത്തരമായിട്ടുള്ള അല്ലെങ്കിൽ ആര്യന്മാർക്ക് യോജിച്ച ജ്ഞാനദർശനമുള്ള മറ്റെന്തെങ്കിലും കാര്യം ഈ ധ്യാനത്തെ അതിക്രമിച്ചുകൊണ്ട്, അതിനെ പ്രശാന്തമാക്കിക്കൊണ്ട് നേടിയിട്ടുണ്ടോ? എന്തുകൊണ്ടില്ല ബന്ദേ? ഞങ്ങൾ എപ്പോൾ ആഗ്രഹിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും ദുഃഖത്തെയും സുഖത്തെയും ഇല്ലാതാക്കിക്കൊണ്ട്
സോമനസ്സിനെയും ദോമനസ്സിനെയും ഇല്ലാതാക്കിക്കൊണ്ട് അദുഃഖം അസുഖം ആയിട്ടുള്ള നാലാമത്തെ ധ്യാനം നേടിക്കൊണ്ട് വിഹരിക്കുന്നു. ഇവിടെ സോമനസം എന്ന് പറയുന്ന സമയത്ത് മനസ്സിൻ്റെ പ്രസന്നത, ദൗർമനസം എന്ന് പറയുന്നത് മനസ്സിൻ്റെ അപ്രസന്നത, അതേപോലെ തന്നെ അദുഃഖം അസുഖം എന്ന് പറയുന്ന സമയത്ത് ഇവിടെ ന്യൂട്രലായിട്ടുള്ള ഒരു സെൻസേഷനാണ്, അനുഭവമാണ് നമ്മൾക്ക് ലഭിക്കുന്നത്. ഇത് മനുഷ്യോത്തരമായിട്ടുള്ള ആര്യന്മാർക്ക് യോജിച്ചിട്ടുള്ള മറ്റൊരു ധ്യാനമാണ്. മറ്റേ ധ്യാനത്തെ അതിക്രമിച്ചുകൊണ്ട് അതിനെ പ്രശാന്തമാക്കിക്കൊണ്ടാണ് ഞങ്ങൾ ഈ മനുഷ്യോത്തരമായിട്ടുള്ള ആര്യന്മാർക്ക് യോജിച്ച ജ്ഞാനദർശനം നേടിയിട്ടുള്ളത്. ഇപ്പോൾ ഭഗവാൻ പറഞ്ഞു, സാധു സാധു അനിരുദ്ധ. എന്നാൽ അനിരുദ്ധ ഈ ധ്യാനത്തെ പ്രശാന്തമാക്കിക്കൊണ്ട് ഇതിനപ്പുറത്തു പോയി മറ്റേതെങ്കിലും മനുഷ്യാതീതമായിട്ടുള്ള അല്ലെങ്കിൽ ആര്യന്മാർക്ക് യോജിച്ചിട്ടുള്ള ജ്ഞാനവും ദർശനവും താങ്കൾ നേടിയിട്ടുണ്ടോ? എന്തുകൊണ്ടില്ല ബന്ധേ? എപ്പോൾ ഞങ്ങൾ ആഗ്രഹിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും ഞങ്ങൾ ഈ അവസ്ഥയെ മറികടന്ന് അനന്തോ ആകാശോ എന്ന ആകാശഞ്ചായതന ധ്യാനത്തിൽ എത്തി വിഹരിക്കുന്നു. ഇതും മനുഷ്യർക്ക് അതീതമായിട്ടുള്ള ആര്യന്മാർക്ക് യോജിച്ചിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഇത് ഞങ്ങൾ നേരത്തെയുള്ള ധ്യാനത്തെ പ്രശാന്തമാക്കിക്കൊണ്ട് അതിനെ മറികടന്നുകൊണ്ട് ഞങ്ങൾ നേടിയിട്ടുണ്ട്. സാധു സാധു അനിരുദ്ധ. അനിരുദ്ധ ആ ധ്യാനത്തെ പ്രശാന്തമാക്കിക്കൊണ്ട് അതിനെ മറികടന്നുകൊണ്ട് മറ്റേതെങ്കിലും മനുഷ്യാതീതമായിട്ടുള്ള ആര്യന്മാർക്ക് യോജിച്ചിട്ടുള്ള ജ്ഞാനദർശനം ലഭിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടില്ല ബന്ധേ? ഞങ്ങൾ എപ്പോൾ ആഗ്രഹിച്ചു കഴിഞ്ഞാലും ആകാശഞ്ചായതനം എന്ന ആ ധ്യാനത്തെ മറികടന്ന് അനന്തം വിജ്ഞാനം എന്ന വിജ്ഞാനഞ്ചായതന ധ്യാനത്തിൽ ഞങ്ങൾ എത്തിച്ചേരുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നൊരു വാക്ക് ശ്രദ്ധിക്കുക. ഞങ്ങൾ എപ്പോൾ ആഗ്രഹിച്ചു കഴിഞ്ഞാലും യാവദേവ ആകങ്കാമ, അതായത് നമ്മൾ ധ്യാനത്തിൽ നല്ല ഉന്നതി പ്രാപിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഏത് സമയത്തിൽ ഏത് ധ്യാനത്തിൽ വേണമെങ്കിലും നമ്മൾക്ക് നിൽക്കാൻ സാധിക്കും. അതും ഏത് സമയത്തും എപ്പോഴും. മനസ്സ് വളരെ അശാന്തമായിട്ടുള്ള സ്ഥിതിയിലാണെങ്കിൽ ഉടൻ തന്നെ നമ്മൾക്ക് ഈ ധ്യാനത്തിൽ പ്രവേശിച്ച് നമ്മളുടെ മനസ്സിനെ സ്വസ്ഥമാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇത് മനുഷ്യോത്തരമായിട്ടുള്ള ധർമ്മമാണ് എന്ന് പറയുന്നത്. സാധാരണ വ്യക്തികൾക്ക് ഇത് ഒട്ടും തന്നെ സാധ്യമല്ല. കാരണം അവരുടെ മനസ്സ് എപ്പോഴും രാഗദ്വേഷ മോഹങ്ങളാൽ കലുഷിതമാണ്. അവർക്കൊരിക്കലും ഈ ശാന്തമായിട്ടുള്ള അവസ്ഥകളെ പ്രാപിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആണ് എന്ന് ബുദ്ധൻ പറയുന്നത്. ആര്യന്മാർക്ക് യോജിച്ച ജ്ഞാന ദർശനങ്ങളാണ് ഇവിടെ ലഭിക്കുന്നത് എന്ന് ബുദ്ധൻ പറയുന്നത് ഇതുകൊണ്ടാണ് മനുഷ്യോത്തരമായിട്ടുള്ള, സാധാരണ മനുഷ്യർക്ക് അതീതമായിട്ടുള്ളൊരു കാര്യമാണ് ഇത് എന്ന് ബുദ്ധൻ പറയുന്നത്. ധ്യാനം എപ്പോഴും ഒരു സൂപ്പർ ഹ്യൂമൻ സ്റ്റേറ്റാണ്. ഇനി ഇതേ തന്നെ ഭഗവാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. ഇതിനേക്കാൾ ഉയർന്ന അവസ്ഥ നേടിയിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അവർ പറയും തീർച്ചയായിട്ടും. അതിനുശേഷം ആ വിജ്ഞാനഞ്ചായതന ധ്യാനത്തെ അതിക്രമിച്ച് നത്തികിഞ്ചി എന്ന അകിഞ്ചന്യായതന ധ്യാനത്തെ ഞങ്ങൾ നേടുന്നു. അതിനുശേഷം അകിഞ്ചന്യായതനം ധ്യാനത്തെ മറികടന്നുകൊണ്ട് നേവസന്യാ നാസന്യായതന ധ്യാനത്തെ നേടുന്നു. ആ ധ്യാനത്തെ ശാന്തമാക്കിക്കൊണ്ട് പ്രശാന്തമാക്കിക്കൊണ്ട് അതിനെ മറികടന്നുകൊണ്ടാണ് മനുഷ്യധർമ്മങ്ങൾക്ക് അതീതമായിട്ടുള്ള ഈ ആര്യന്മാരുടെ ജ്ഞാന ദർശനങ്ങൾ ഞങ്ങൾ നേടിയിട്ടുള്ളത്. സാധു സാധു അനിരുദ്ധ. എന്നാൽ അനിരുദ്ധ ആ ധ്യാനത്തെയും പ്രശാന്തമാക്കിക്കൊണ്ട് അതിനെ മറികടന്നുകൊണ്ട് മറ്റേതെങ്കിലും മനുഷ്യാതീതമായിട്ടുള്ള ആര്യന്മാർക്ക് യോജിച്ചിട്ടുള്ള ജ്ഞാനദർശനങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്തുകൊണ്ടില്ല ബന്ധേ? എപ്പോൾ ഞങ്ങൾ ആഗ്രഹിച്ചു കഴിഞ്ഞാലും യാവദേവ ആകങ്കമ സബ്ബസോ നേവസന്യാ നാസന്യായതനം സമതിക്കമ, ആ നേവസന്യ നാ സന്യായതനം എന്ന ആ ധ്യാനത്തെ മറികടന്നുകൊണ്ട് സഞ്ജ വേദീത നിരോധം ഉപസമ്പച്ച വിഹരാമ, സംഖ്യയും വേദനയും നിരോധമാകുന്ന ആ അവസ്ഥയെ ഞങ്ങൾ നേടുന്നു. അതായത് ഈ സമയത്ത് നമ്മുടെ മനസ്സിൻ്റെ സംഖ്യ എന്ന് പറയുന്ന ആ കാര്യം വർക്ക് ചെയ്യില്ല. അതായത് നല്ലത് ചീത്തത് എന്ന് പറയുന്ന തിരിച്ചറിയുന്ന ആ ഭാഗം അതൊരിക്കലും വർക്ക് ചെയ്യില്ല. അതുകൂടാതെ അവിടെ വേദന അല്ലെങ്കിൽ സംവേദന എന്നത് ഒട്ടും തന്നെ ഉണ്ടാകില്ല. മുഴുവനായിട്ട് നിരോധമായിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ചിത്തം നേരെ അനുലോമം അല്ലെങ്കിൽ ഋജുവായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണത്. അതുകൊണ്ടാണ് അതിന് സഞ്ജാവേദ ഇത നിരോധം എന്ന് പറയുന്നത്. പഞ്ഞായ ചനോ ദിസ്വ ആസവ പരിക്ഷീണ,
അതിനുശേഷം പ്രജ്ഞയാൽ ഞങ്ങൾ കണ്ടുകൊണ്ട് ആസവങ്ങൾ ക്ഷീണമാക്കുന്നു. ഈ സംജ്ഞാവേദീത നിരോധ എന്ന് പറയുന്ന അവസ്ഥ അത് ഒരു ബ്ലാങ്ക് സ്റ്റേറ്റാണ്. ആ സമയത്ത് നമ്മുടെ മനസ്സ് ഒട്ടും തന്നെ വർക്ക് ചെയ്യാതെ നിരോധമായിരിക്കുന്നൊരവസ്ഥയാണ്. അതിൽ നിന്ന് അത് വെളിയിൽ വരുന്ന സമയത്ത് ആദ്യത്തെ കുറച്ച് സെക്കൻഡുകൾ അവിടെ നമ്മൾക്ക് ആ മനസ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതിനെയാണ് പഞ്ഞായ ച ദിസ്വ, അതിനെ പ്രജ്ഞയാൽ ഞങ്ങൾ അറിഞ്ഞ് ആസവ പരിക്ഷീണ എന്ന് പറയുന്നത്. പ്രജ്ഞയാൽ അറിഞ്ഞു കഴിഞ്ഞാൽ ആ ആസവങ്ങൾ എന്ന് പറയുന്ന സമയത്ത് രാഗദ്വേഷ മോഹങ്ങൾ പരിപൂർണമായിട്ട് ക്ഷീണമാകും എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ പറയുന്നത് നിബ്ബാണം ലഭിച്ചു, ആ പ്രജ്ഞ ലഭിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ നേരത്തെയുള്ള ആ ധ്യാനത്തെ പ്രശാന്തമാക്കിക്കൊണ്ട് അതിനെ മറികടന്നുകൊണ്ട് ഞങ്ങൾക്ക് മനുഷ്യാതീതമായിട്ടുള്ള അതേപോലെ തന്നെ ആര്യന്മാർക്ക് യോജിച്ച ദർശനവും ജ്ഞാനവും ഇതാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. ഇമം ഹ ച മയം ഭന്തേ ഫാസുവിഹാര അന്യം ഫാസുവിഹാരം ഉത്തരിതരം വ പണീതരം വ ന സമനുപസാമാതി. ബന്ദേ, ഇതിനേക്കാളും വളരെ നല്ല ശാന്തമായിട്ടുള്ള അവസ്ഥ, ഇതിനേക്കാളും നല്ലതും അതേപോലെ തന്നെ ഇതിനേക്കാളും സൂക്ഷ്മവുമായിട്ടുള്ള അവസ്ഥ ഞങ്ങൾ കണ്ടിട്ടില്ല. ബുദ്ധൻ പറഞ്ഞു, സാധു സാധു അനിരുദ്ധ, വളരെ വളരെ നന്നായി അനിരുദ്ധ. ഇമം ഹ ഫാസുവിഹാര ഉത്തരിതരോ വ പണീതതരോ വ ഫാസുവിഹാരോ നത്തീതി. അപ്പോൾ ഭഗവാനും അത് സമ്മതിച്ചു. ഇതിനേക്കാളും നന്നായിട്ടുള്ള അല്ലെങ്കിൽ ഇതിനേക്കാളും സൂക്ഷ്മമായിട്ടുള്ള ശാന്തമായിട്ടുള്ള ധ്യാനം മറ്റ് ഏതും ഇല്ല. ഇത് തന്നെയാണ് ഏറ്റവും ഉത്തമം. ഇതിനേക്കാളും ശാന്തവും സൂക്ഷ്മവുമായിട്ടുള്ള ഉത്തമവുമായിട്ടുള്ള മറ്റൊന്നില്ല. അതായത് നിർവ്വാണത്തിൽ എത്തിച്ചേർന്നു, ഇതിനേക്കാളും ശാന്തമായിട്ടുള്ള മറ്റൊരവസ്ഥയില്ല, ഇതിനേക്കാളും സൂക്ഷ്മമായിട്ടുള്ള മറ്റൊരു അവസ്ഥയില്ല എന്നാണ് ഭഗവാൻ സൂചിപ്പിച്ചത്. അതിനുശേഷം ഭഗവാൻ ബുദ്ധൻ അനിരുദ്ധനെയും നന്ദിയെയും കിംബലയെയും ധർമ്മകഥയാൽ ഉപദേശം കൊടുത്തു, അവർക്ക് ഉത്സാഹം കൊടുത്തു, പ്രേരണ കൊടുത്തു. അതിനുശേഷം തൻ്റെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് ഭഗവാൻ അവിടെ നിന്നും പോയി. അപ്പോൾ ആയുഷ്മാൻ അനിരുദ്ധനും നന്ദിയെയും കിംബിലയും ഭഗവാനെ കുറച്ചു ദൂരം അനുഗമിച്ചു. അതിനുശേഷം അവിടെ നിന്ന് തിരിച്ചു വന്നു. അതിനുശേഷം ആയുഷ്മാൻ നന്ദിയെയും കിംബിലയും അനിരുദ്ധനോട് ഇങ്ങനെ പറഞ്ഞു, പ്രിയ സുഹൃത്തേ, ഞങ്ങൾ ഒരിക്കലും താങ്കളോട് ഞങ്ങൾ ഇന്ന ധ്യാനം നേടി അതേപോലെ തന്നെ ഇന്ന അവസ്ഥകൾ പ്രാപിച്ചു, ആസവക്ഷയം ആകുന്ന അവസ്ഥ വരെ ഞങ്ങൾ എത്തി, അതായത് നിർവ്വാണം വരെ ഞങ്ങൾ എത്തി എന്ന് ഞങ്ങൾ ഒരിക്കലും താങ്കളോട് പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഞങ്ങൾക്കും ഇതെല്ലാം ഉണ്ടായെന്ന് താങ്കൾ ബുദ്ധനോട് പറഞ്ഞത്? ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ 3 ഭിക്ഷുക്കളും ഒരുമിച്ച് താമസിക്കുകയാണ്. അവരവർ ഏത് ധ്യാനത്തിലെത്തി എന്ന് പോലും ഇവർ പരസ്പരം പറയുന്നില്ല. നിർവ്വാണം കിട്ടി എന്ന കാര്യം പോലും ഇവർ പരസ്പരം പറയുന്നില്ല. അതിൻ്റെ കാരണം അവരുടെ ആത്മബോധം അല്ലെങ്കിൽ ഞാൻ എന്ന അഹങ്കാരം അത് പരിപൂർണമായിട്ടും ഇല്ലാതായി. അതുകൊണ്ടാണ് അവർ അവരുടെ ഉപലബ്ധിയെപ്പറ്റി മറ്റുള്ളവരോട് പറയാത്തത്. കാരണം അനാത്മകമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് അവർ കടന്നുപോയത്. അതിനാൽ ഞാൻ എന്ന അഹങ്കാരം അവർക്ക് പരിപൂർണമായിട്ടും ഇല്ലാതായി. അപ്പോൾ അനിരുദ്ധൻ അവരോട് പറഞ്ഞു, തീർച്ചയായിട്ടും നിങ്ങൾ സുഹൃത്തുക്കൾ എന്നോട് ഒരിക്കലും നിങ്ങൾ ഏത് ധ്യാനം വരെ എത്തി, എന്തെല്ലാം നേടി എന്ന് നിങ്ങൾ ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടില്ല. എന്നാൽ നിങ്ങളുടെ മനസ്സിനെ നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്കത് മനസ്സിലായി. അതായത് അനിരുദ്ധൻ ദിവ്യദൃഷ്ടിയിൽ അഗ്രനായിരുന്നു. അതുകൊണ്ടാണ് മറ്റുള്ളവരുടെ മനസ്സിനെ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ മനസ്സിൻ്റെ അവസ്ഥ എന്താണ്, വിമുക്തമാണോ അല്ലെങ്കിൽ ഏത് ധ്യാനങ്ങൾ വരെ എത്തി എന്ന് മറ്റുള്ളവരുടെ മനസ്സിനെ സ്വന്തം മനസ്സിനാൽ നോക്കി അനിരുദ്ധന് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിരുന്നു. അതുകൂടാതെ ദേവതകളും എന്നോട് ഈ കാര്യങ്ങളെപ്പറ്റി പറഞ്ഞു. ഈ സുഹൃത്തുക്കൾക്ക് ഇന്ന കാര്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്, ഇന്ന അവസ്ഥയിലാണ് എന്ന് ദേവതമാരും എന്നോട് പറഞ്ഞു. അതിനാലാണ് ബുദ്ധൻ എന്നോട് നേരിട്ട് ചോദിച്ച സമയത്ത് ഞാൻ ഈ രീതിയിൽ ഉത്തരം പറഞ്ഞത്. ആ സമയത്ത് അവിടെ ഉള്ള ഒരു യക്ഷൻ, ആ യക്ഷൻ്റെ പേര് ദീഗപരജന എന്ന യക്ഷനാണ്. ആ യക്ഷൻ ബുദ്ധൻ്റെ അടുത്ത് പോയി ബുദ്ധനെ വന്ദിച്ചതിന് ശേഷം ഒരു ഭാഗത്ത് നിന്നു. എന്നിട്ട് ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു, ബന്ദേ,
വജ്ജിയിലുള്ള ജനങ്ങൾ ഭാഗ്യവാന്മാരാണ്. വജ്ജിയുള്ള ജനങ്ങൾ വളരെ വളരെ ഭാഗ്യവാന്മാരാണ്. എന്തെന്നാൽ തഥാഗതൻ അർഹന്തൻ സമ്മാസംബുദ്ധനായിട്ടുള്ള ഭഗവാൻ ഇവിടെയുണ്ട്. അതുകൂടാതെ കുലപുത്രന്മാരായിട്ടുള്ള ആ 3 ഭിക്ഷുക്കളും ഇവിടെയുണ്ട്. ആയുഷ്മാൻ അനിരുദ്ധനും ആയുഷ്മാൻ നന്ദിയെയും ആയുഷ്മാൻ കിമിലയും. ദീഘ പരജനയുടെ ആ വാക്കുകൾ കേട്ട് ഭൂമിയിലെ ദേവന്മാർ ഇങ്ങനെ പറഞ്ഞു: വജ്ജിയിലെ ജനങ്ങൾ ഭാഗ്യവാന്മാരാണ്, വളരെ ഭാഗ്യവാന്മാരാണ്. എന്തെന്നാൽ അവിടെ തഥാഗതൻ അർഹന്തൻ സമ്മാസംബുദ്ധനും അതേപോലെ തന്നെ ആയുഷ്മാന്മാരായിട്ടുള്ള അനിരുദ്ധനും ആയുഷ്മാൻ നന്ദിയെയും ആയുഷ്മാൻ കിമിലയും ഇവിടെ വസിക്കുന്നു. ഇത് തന്നെയാണ് ബാക്കിയുള്ളവർ റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ പേര് മാത്രം പറയാം, ആ ദേവന്മാരുടെ പേര്. ഭൂമിയിലുള്ള ദേവന്മാരുടെ ശബ്ദം കേട്ടിട്ട് ചാതുർമഹാരാജിക ദേവന്മാരും ഇതേപോലെ തന്നെ പറഞ്ഞു. ചാതുർമഹാരാജിക ദേവന്മാരുടെ ശബ്ദം കേട്ടിട്ട് താവതിംസ ദേവന്മാരും ഇപ്രകാരം പറഞ്ഞു. താവതിംസ ദേവന്മാരുടെ ശബ്ദം കേട്ടിട്ട് യാമാദേവന്മാരും ഇപ്രകാരം പറഞ്ഞു. യാമാദേവന്മാരുടെ ശബ്ദം കേട്ടിട്ട് തുസിതാദേവന്മാരും ഇപ്രകാരം പറഞ്ഞു. തുസിതാദേവന്മാരുടെ ശബ്ദം കേട്ടിട്ട് നിമ്മാണരതി ദേവന്മാരും ഇപ്രകാരം പറഞ്ഞു. നിമ്മാണരതി ദേവന്മാരുടെ ശബ്ദം കേട്ടിട്ട് പരനിമ്മിത വസവത്തി ദേവന്മാരും ഇങ്ങനെ പറഞ്ഞു. പരനിമ്മിത വസവത്തി ദേവന്മാരുടെ ശബ്ദം കേട്ടിട്ട് ബ്രഹ്മകായിക ബ്രഹ്മന്മാരുടെ പരിഷത്തും ഇങ്ങനെ പറഞ്ഞു: വജ്ജികളിലെ ജനങ്ങൾ വളരെ ഭാഗ്യവാന്മാരാണ്, വളരെ വളരെ ഭാഗ്യവാന്മാരാണ്. എന്തെന്നാൽ തഥാഗതൻ അർഹന്തനായിട്ടുള്ള സമ്മാസംബുദ്ധനും അതേപോലെ തന്നെ ആയുഷ്മാനായിട്ടുള്ള അനിരുദ്ധനും നന്ദിയും കിംബിലയും അവിടെ താമസിക്കുന്നു. അപ്പോൾ ആ ക്ഷണത്തിൽ, ആ മുഹൂർത്തത്തിൽ തന്നെ ഈ 3 ആയുഷ്മാന്മാരെ പറ്റിയുള്ള അറിവ് ബ്രഹ്മലോകം വരെ എത്തി. അതായത് ബ്രഹ്മലോകം വരെ ഈ 3 ആയുഷ്മാനെക്കുറിച്ച് അറിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാനും അത് സമ്മതിച്ചു. ഏവമേതം ദീഖ, ഏവമേതം ദീഖ, ശരിയാണ് ദീഖ, ശരിയാണ്. ഏത് കുലത്തിൽ നിന്നാണോ ഈ 3 കുലപുത്രന്മാരും ഭിക്ഷുക്കളായിട്ടുള്ളത്, ആ കുലത്തിലുള്ളവർ ഈ ഭിക്ഷുക്കളുടെ കാര്യം പ്രസന്ന ചിത്തത്താൽ ഓർമ്മിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ ദീർഘകാലത്തേക്കുള്ള ഹിതത്തിനും സുഖത്തിനും കാരണമായിട്ട് തീരുന്നു. കാരണം ഈ രീതിയിൽ നമ്മൾ ശ്രദ്ധയോടുകൂടി ഏതെങ്കിലും ഒരു വ്യക്തിയെ ഓർക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൻ്റെ ശ്രദ്ധ എന്ന ആ ഇന്ദ്രിയം ബലപ്പെടുന്നു. ആ ഇന്ദ്രിയം ബലപ്പെടുന്ന സമയത്ത് ബാക്കി ഇന്ദ്രിയങ്ങളും ഓട്ടോമാറ്റിക്കായിട്ട് ബലപ്പെടുന്നു. നമ്മൾ മുക്തിയുടെ മാർഗത്തിലേക്ക് പോകുന്നു. ആദ്യത്തെ ഇന്ദ്രിയമായിട്ടുള്ള ശ്രദ്ധ തന്നെ നമ്മുടെ മനസ്സിൽ ഇല്ല എങ്കിൽ, ശ്രദ്ധ തന്നെ ഉണർന്നിട്ടില്ല എങ്കിൽ നമ്മൾ ഒരിക്കലും അതിലൂടെ യാത്ര ചെയ്യുകയോ മുക്തി നമ്മൾക്ക് നേടുകയോ ചെയ്യില്ല. അതുകൊണ്ടാണ് ശ്രദ്ധ എന്ന ഇന്ദ്രിയം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ആ 3 പേരുടെയും പരിവാരങ്ങളിലുള്ള അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളിലുള്ള ആൾക്കാർ ആ 3 പേരെയും പ്രസന്നചിത്തത്താൽ ഓർക്കുകയാണെങ്കിൽ അവർക്കും അത് ദീർഘകാലത്തേക്ക് ഹിതത്തിനും സുഖത്തിനുമായിട്ട് കാരണമായിട്ട് തീരുന്നു. അല്ലെങ്കിൽ ആ ഗ്രാമത്തിലുള്ള ആൾക്കാർ, അവിടെ നിന്ന് ഇവർ പ്രവിജ്യരായ ആ ഗ്രാമത്തിൽ നിന്നുള്ള ആൾക്കാർ പ്രസന്നചിത്തരാൽ ഇവരെ ഓർക്കുകയാണെങ്കിൽ അത് അവരുടെ ദീർഘകാല സുഖത്തിനും ഹിതത്തിനും കാരണമായിട്ട് തീരുന്നു. അല്ലെങ്കിൽ ഏത് പട്ടണത്തിൽ നിന്നാണോ ഈ കുലപുത്രന്മാരായിട്ടുള്ള 3 പേരും പ്രവിജ്യരായിട്ടുള്ളത്, ആ പട്ടണത്തിലുള്ളവർ ഈ ഭിക്ഷുക്കളെ പ്രസന്നചിത്തത്താൽ ഓർക്കുകയാണെങ്കിൽ അത് അവരുടെ ദീർഘകാലത്തേക്ക് ഹിതത്തിനും സുഖത്തിനുമായിട്ട് കാരണമാകുന്നു. ഏത് ജില്ലയിൽ നിന്നാണോ ഈ 3 കുലപുത്രന്മാരും പ്രവചിതരായിട്ടുള്ളത്, ആ ജില്ലയിലുള്ളവർ പ്രസന്നചിത്തത്തോടുകൂടി ഇവരെ ഓർക്കുകയാണെങ്കിൽ അത് അവരുടെ ദീർഘകാലത്തേക്ക് സുഖത്തിനും ഹിതത്തിനും കാരണമായിട്ട് തീരുന്നു. ഏത് രാജ്യത്തിൽ നിന്നാണോ ഈ കുലപുത്രന്മാർ പ്രവചിതരായിട്ടുള്ളത്, ആ രാജ്യത്തിലെ ജനങ്ങൾ ഈ കുലപുത്രന്മാരെ ശ്രദ്ധയോടുകൂടി പ്രസന്നചിത്തത്തോടുകൂടി ഓർത്തു കഴിഞ്ഞാൽ അത് അവരുടെ ദീർഘകാലത്തെ ഹിതത്തിനും സുഖത്തിനുമായിട്ട് കാരണമായിട്ട് തീരുന്നു. അതുകൂടാതെ എല്ലാ ക്ഷത്രിയന്മാരും ഈ കുലപുത്രന്മാരെ വളരെ പ്രസന്നചിത്തത്തോടുകൂടി സ്മരിക്കുകയാണെങ്കിൽ അത് അവരുടെ ദീർഘകാല സുഖത്തിനും ഹിതത്തിനും ആയിട്ട് കാരണമായിട്ട് തീരുന്നു. എല്ലാ ബ്രാഹ്മണന്മാരും എല്ലാ ശൂദ്രന്മാരും എല്ലാ വൈശ്യന്മാരും ഈ 3 കുലപുത്രന്മാരെ പ്രസന്നചിത്തത്താൽ ഓർക്കുകയാണെങ്കിൽ അത് അവരുടെ ദീർഘകാലത്തെ ഹിതത്തിനും സുഖത്തിനുമായിട്ട് കാരണമായിട്ട് തീരുന്നു. ഈ ലോകം മുഴുവനുള്ള വ്യക്തികൾ, അതിലെ ദേവന്മാരും മാരന്മാരും ശ്രമണന്മാരും ബ്രാഹ്മണന്മാരും ബ്രഹ്മന്മാരും ദേവന്മാരും മനുഷ്യന്മാരും, അവരും ഈ 3 കുലപുത്രന്മാരെ പ്രസന്നചിത്തത്താൽ ഓർമ്മിക്കുകയാണെങ്കിൽ
അത് അവരുടെ ദീർഘകാലത്തെ ഹിതത്തിനും സുഖത്തിനുമായിട്ട് കാരണമായിട്ട് തീരുന്നു. ദീഘ കാണൂ, ഈ 3 കുലപത്രന്മാരും ഒരുപാട് ജനങ്ങളുടെ സുഖത്തിനും ഹിതത്തിനും വേണ്ടിയിട്ടാണ് അഭ്യസിക്കുന്നത്. ലോകത്തിന് അനുകമ്പയോടുകൂടി ദേവന്മാർക്കും മനുഷ്യന്മാർക്കും ക്ഷേമത്തിനും ഹിതത്തിനും സുഖത്തിനും വേണ്ടിയാണ് അവർ അഭ്യസിക്കുന്നത്. അതാണ് ഭഗവാൻ പറഞ്ഞത്. അത് പറഞ്ഞപ്പോൾ ദീഘ പരജന എന്ന ആ യക്ഷൻ തൃപ്തനായി. എന്നിട്ട് ഭഗവാന്റെ വാക്കുകളെ അഭിനന്ദിച്ചു. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഭഗവാൻ ഈ 3 ഭിക്ഷുക്കളെയാണ് എല്ലാവരോടും ഓർക്കാൻ പറയുന്നത്. ഭഗവാൻ തന്നെ ഈ 3 ഭിക്ഷുക്കളെയും പഠിപ്പിച്ച ശാസ്താവാണ്. പക്ഷേ തന്നെ ഓർക്കാൻ ഭഗവാൻ പറയുന്നില്ല. കാരണം അനാത്മകമായിട്ടുള്ള സ്ഥിതിയിലാണ് ഭഗവാൻ എത്തിച്ചേർന്നിട്ടുള്ളത്. ആ സ്ഥിതിക്ക് നമ്മൾ ഭഗവാനെ ശ്രദ്ധാപൂർവം പ്രസന്നചിത്തത്താൽ ഭഗവാനെ നമ്മൾ സ്മരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ബുദ്ധനെ നമ്മൾ സ്മരിക്കുകയാണെങ്കിൽ, അത് എത്രത്തോളം നമ്മൾക്ക് സുഖത്തിനും ഹിതത്തിനും കാരണമാകും എന്ന് നമ്മൾക്ക് പറയാൻ സാധിക്കില്ല. അത്രയധികം സുഖത്തിനും ഹിതത്തിനും കാരണമാകും. അതിനാൽ ധ്യാനം അഭ്യസിക്കുന്ന ഓരോ വ്യക്തിയും, അല്ലെങ്കിൽ ബുദ്ധൻ്റെ പാതയിൽ സഞ്ചരിക്കുന്ന ഓരോ വ്യക്തിയും തീർച്ചയായിട്ടും രാവിലെ ത്രിരത്നങ്ങൾ, അതായത് ബുദ്ധൻ്റെ, ധർമ്മത്തിൻ്റെ, സംഘത്തിൻ്റെ ശരണം പോകേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം അത് അവരെ സ്മരിക്കുന്നതിന് തുല്യമാണ്. അത് ശ്രദ്ധയാണ്. ഈ ശ്രദ്ധ ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ധർമ്മമാർഗത്തിൽ പോവുകയുള്ളൂ. അല്ലാതെ ടെക്നിക്കൽ മാത്രം നമ്മൾ ശ്രദ്ധിച്ച് ഇരിക്കുകയാണെങ്കിൽ ഒരിക്കലും പോകില്ല. പക്ഷേ മറ്റൊരു കാര്യവും ആൾക്കാർ ചെയ്യാറുണ്ട്. അവർ രാവിലെ ഈ ത്രിരത്നത്തിൻ്റെ മാത്രം ശരണം തേടും. അതിനുശേഷം അവർ ജീവിതത്തിൽ ഒരിക്കലും ശീലമോ സമാധിയോ പ്രജ്ഞയോ അല്ലെങ്കിൽ ധ്യാനങ്ങളോ അഭ്യസിക്കാറില്ല. ഇതും തെറ്റാണ്. കാരണം നമ്മൾ ബുദ്ധൻ ഉപദേശിച്ച മാർഗത്തിൽ കൂടെ സഞ്ചരിക്കാതെ വെറും ശ്രദ്ധ മാത്രം വെച്ചതുകൊണ്ടും നമ്മൾ പുരോഗമിക്കാൻ സാധിക്കില്ല. അതിനാൽ ശ്രദ്ധയും വേണം, അതേപോലെ തന്നെ നമ്മുടെ പ്രയത്നവും വേണം, ഈ ധ്യാനങ്ങളുടെ അഭ്യാസവും വേണം. എങ്കിൽ മാത്രമേ നമ്മൾ മുന്നേറുകയുള്ളൂ. സൂത്രം ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ സൂത്രങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അല്പസമയം നമ്മൾക്ക് പുണ്യവിതരണത്തിൻ്റെ അഭ്യാസം ചെയ്യാം. ദുഃഖം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ദുഃഖത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ഭയം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ഭയത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ശോകം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ശോകത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. എല്ലാ പ്രാണികൾക്കും മുക്തി ലഭിക്കട്ടെ. നമ്മൾ നേടിയ ഈ പുണ്യത്തിൽ സർവ്വജീവികളും പങ്കാളികളാകട്ടെ. അതുമൂലം സർവ്വപ്രാണികൾക്കും സുഖവും സന്തോഷവും ഉണ്ടാകട്ടെ. ഭൂമിയിലും ആകാശത്തിലും ഉള്ള സർവ്വപ്രാണികളും അധോലോകത്തെയും മനുഷ്യലോകത്തെയും ദേവലോകത്തെയും അരൂപ ബ്രഹ്മലോകത്തിലെയും സർവ്വപ്രാണികളും നമ്മളുടെ ഈ പുണ്യത്തിൽ പങ്കാളികളാകട്ടെ. അതിശക്തരായിട്ടുള്ള ദേവന്മാരും ബ്രഹ്മന്മാരും ബുദ്ധശാസനത്തെ സംരക്ഷിക്കട്ടെ. സാധു സാധു സാധു.